friends, welcome back. In this video we are going to discuss another very important topic, essay topic. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പം ഒത്തിരി ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ ഉപയോഗിച്ചിട്ട് കൺസ്ട്രെയിൻഡ് മാക്സിമൈസേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം. ഫ്രം ദി സിലബസ് വി ക്യാൻ സി എക്കണോമിക് അപ്ലിക്കേഷൻസ് ഓഫ് ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ, കൺസ്ട്രെയിൻഡ് ഒപ്റ്റിമൈസേഷൻ വിത്ത് ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ, യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ, കോസ്റ്റ് മിനിമൈസേഷൻ ആൻഡ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുകയാണ്. ഭാഗ്യമുണ്ടെങ്കിൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാൻ പറ്റും. പ്രാക്ടീസ് ചെയ്യുക, പ്രോബ്ലം സോൾവ് ചെയ്യുക. ഓക്കെ, സി യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ, ദാറ്റ് ഈസ് അവർ പ്രോബ്ലം. യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ കൺസ്യൂമർ പോയിന്റ് ഓഫ് വ്യൂ. ഒരു കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കാർഡിനൽ അപ്രോച്ച് ഉണ്ട്, ഓർഡിനൽ അപ്രോച്ച് ഉണ്ട്. മൈക്രോ എക്കണോമിക്സിലൊക്കെ തറവായിട്ട് പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ, ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്, ഓർഡിനൽ അപ്രോച്ച്. ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് പ്രകാരം ബജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പും, ദാറ്റ് മീൻസ് സ്ലോപ്പ് ഓഫ് ബജറ്റ് ലൈൻ ആൻഡ് ദി സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ഈക്വൽ ആകുന്നത്, ദാറ്റ് ഈസ് ദ ടാൻജൻസി ബിറ്റ്വീൻ the slope of the indifference curve and the slope of the budget line, that will decide the consumer equilibrium. Okay, നമുക്ക് ആ കർവ് ഒക്കെ കറക്റ്റ് അറിയാം അല്ലേ. ഇൻഡിഫറൻസ് കർവിൻ്റെ ഒരു മാപ്പ്, then budget line represent constraint that faced by a consumer. ഒരു കൺസ്യൂമറിനെ ഇക്വിലിബ്രിയം, ദാറ്റ് മീൻസ് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ അറ്റൈൻ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം, അദ്ദേഹത്തിൻ്റെ ബജറ്റ് ലൈൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമേ മാക്സിമൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് കൺസ്ട്രെയിൻഡ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡയറക്റ്റ് ആയിട്ട് യൂട്ടിലിറ്റി ഫംഗ്ഷൻ തരും, കൺസ്ട്രെയിൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളത് ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ ആൻഡ് സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ കണ്ടിട്ട് സോൾവ് ചെയ്താൽ മതി. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിരിക്കും, അതിൽ നിന്ന് പ്രോബ്ലം മാക്സിമൈസേഷൻ ആണോ മിനിമൈസേഷൻ ആണോ എന്ന് കണ്ടെത്തണം ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൺസ്ട്രെയിൻറ്റ് സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം, അതിന് മീനിങ് അറിയാം. ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ ടെക്നിക്ക് എങ്ങനെയാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും കൺസ്ട്രെയിൻറ്റും അതുപോലെ ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ ദാറ്റ് ഈസ് ലാംഡ ഉപയോഗിച്ചിട്ട് ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ അതുപോലെ ന്യൂ ഫംഗ്ഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ അഥവാ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ വിത്ത് റെസ്പെക്ട് ടു അൺനോൺസ് അത് സീറോക്ക് ഇക്വേറ്റ് ചെയ്യുന്നു, ക്രിട്ടിക്കൽ വാല്യൂസ് കാണുന്നു, ദെൻ സൈമൾട്ടേനിയസ് ആയിട്ട് ആ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നു, അൺനോൺസിൻ്റെ വാല്യൂ കണ്ടെത്തുന്നു, സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ ബോർഡർ ഹെസ്സിയൻ വെച്ച് ചെയ്യുന്നു, പ്രോബ്ലം ഫിനിഷ് ചെയ്യുന്നു. ഓക്കെ, അതിൻ്റെ ഒരു തിയറിറ്റിക്കൽ ഫ്രെയിം വർക്ക് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ വീഡിയോ വാച്ച് ചെയ്ത് ആ 4 സ്റ്റെപ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് A to Z മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയാൽ ദിസ് ടോപ്പിക് ഈസ് വെരി സിമ്പിൾ. ഓക്കെ, എത്രത്തോളം പ്രോബ്ലംസ് നിങ്ങൾ എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നോ അതിനനുസരിച്ച് ഈ ടോപ്പിക്ക് സിമ്പിളാകും. ഒരു 10 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ഒരു മനോഹരമായിട്ടുള്ളൊരു എസ്സേ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം. ആൻസർ കറക്റ്റ് ആണെങ്കിൽ ഫുൾ മാർക്ക്. മാത്തമാറ്റിക്കൽ എക്കണോമിക്സിൻ്റെ ഏറ്റവും വലിയ ഫീച്ചർ അതാണ്. നിങ്ങളെ ആൻസർ കറക്റ്റ് ആണെങ്കിൽ, സ്റ്റെപ്സ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്കാണ്. ഓക്കെ, അപ്പോൾ 6th സെമസ്റ്ററിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പർ ഏതാണെന്ന് ചോദിച്ചാൽ മാത്തമാറ്റിക്കൽ എക്കണോമിക്സാണ്. നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ. പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റും വരും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലം നോക്കാം. സി യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ, ഇറ്റ് ഈസ് a constrained optimization by using Lagrange multiplier technique. You can read the problem first. See, given utility function. Utility function, that means maximization. Utility maximization ആണ് നമ്മുടെ പ്രോബ്ലം. U is equal to function of x1 x2 subject to y is equal to 100. Income, that is 100. P1 price of commodity 1 is 2 and P2 price of commodity 2 is 5. The problem is that find the equilibrium level of consumption of commodity x1 and x2. ഒരു കൺസ്യൂമറിന് അവരുടെ ബജറ്റ് ലൈൻ്റെ ആ കപ്പാസിറ്റിൻ്റെ ആ കൺസ്ട്രെയിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട്
ഇക്വിലിബ്രിയം മാക്സിമം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടി x1 എന്ന് പറയുന്ന കമ്മോഡിറ്റി എത്ര കൺസ്യൂം ചെയ്യണം, x2 എന്ന് പറയുന്ന കമ്മോഡിറ്റി എത്ര കൺസ്യൂം ചെയ്യണം. അപ്പോൾ നമുക്കൊരു മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻ ആണ്, 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ട്, x1 ആൻഡ് x2. ഓൾസോ ടെസ്റ്റ് വെദർ ഇറ്റ് സാറ്റിസ്ഫൈസ് ദ കണ്ടീഷൻസ് ഓഫ് മാക്സിമം. ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ ഉണ്ട്, സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. വി നോ ദ ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ, ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും കൺസ്ട്രെയിൻറ്റും പ്ലസ് ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ ദാറ്റ് ഈസ് ലാംഡ ഉപയോഗിച്ചിട്ട് ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് z is equal to function of x1 x2. This is the objective function plus lambda. This is known as Lagrange multiplier, and this is the constraint. Here budget constraint y minus p1 x1 minus p2 x2. ഇതാണ് ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ പ്രോബ്ലം കൺവേർട്ട് ചെയ്യണം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. പ്രീവിയസ് വീഡിയോസിൻ്റെ 4 സ്റ്റെപ്പിലെ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഉപയോഗിക്കാൻ പോവുകയാണ്. കാരണം എന്താ, പ്രോബ്ലം നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും കൺസ്ട്രെയിൻറ്റും ഉപയോഗിച്ചിട്ട് വി നീഡ് ടു ബിൽഡ് എ ന്യൂ ഫംഗ്ഷൻ ദാറ്റ് ഈസ് ലഗ്രാഞ്ച് ഫംഗ്ഷൻ ദാറ്റ് വി ആർ ഗോയിങ് ടു ഡു. പ്ലീസ് ലിസൺ വെരി വെരി കെയർഫുള്ളി. എൻ്റെ കൂടെ ഉണ്ടാവുന്ന എല്ലാ സ്റ്റെപ്പും കറക്റ്റ് ചെയ്തിട്ട് മനസ്സിലാക്കാം. ഓക്കെ, സി നൗ ഹിയർ വി ക്യാൻ സിംപ്ലി റൈറ്റ് ഡൗൺ maximization, constraint optimization. Here utility maximization. So maximize utility, that is x1 x2. See, this is the objective function. Maximize utility is equal to function of x1 and x2. Now this is subject to. Okay, ഇതേ സ്റ്റെപ്പ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ. സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻറ്റ് നമുക്ക് എന്താണ് പ്രോബ്ലത്തിൽ നിന്ന് സെറ്റ് ചെയ്യണം. ഹിയർ x1ൻ്റെ വില എത്രയാണ്, 2. ദെൻ വി ക്യാൻ ജസ്റ്റ് റൈറ്റ് ഡൗൺ p1 x1 എന്നുള്ളത് ഇതാണ് ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ. ഇവിടെ p1 എത്രയാണ്, 2. ഓക്കെ, നേർക്ക് ശ്രദ്ധിക്കുക, ഇതേ ഫോർമാറ്റിലേക്ക് ഞാൻ മാറ്റുകയാണ്. 2 x1. ഓക്കെ, എങ്ങനെ കിട്ടി, p1 x1 p1 നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്, എത്രയാണ്, 2 x1 പ്ലസ് ഞാൻ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യും 2x1 പ്ലസ് p2 എത്രയാണ്, 5 ആണ് കേട്ടോ. 5x2 2x1 plus 5x2 is equal to 100. This is the constraint. Okay, ചില പ്രോബ്ലത്തിൽ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തരും, യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ ഓർ കോസ്റ്റ് മിനിമൈസേഷൻ ഓർ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പ്രോബ്ലം നിങ്ങൾക്ക് തരും. ഇവിടെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് യൂട്ടിലിറ്റി ഫംഗ്ഷനും കണ്ടെത്തി, അഥവാ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, അതിൻ്റെ കൺസ്ട്രെയിൻറ്റ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. ഓക്കെ, ഇനി 2x1 പ്ലസ് 5x2 is equal to 100. കാരണം ഒരു യൂണിറ്റ് x1 പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വില 2 രൂപയാണ്. x2 പർച്ചേസ് ചെയ്യുന്നതിന് വില എത്രയാണ്, p2 എത്രയാണ്, 5 ആണ്. എത്ര x1 x2 കമ്മോഡിറ്റി നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ കണ്ടെത്തണം. ബട്ട് വാട്ട് ഈസ് ദ കൺസ്ട്രെയിൻറ്റ്, 100 ആണ്. ഈ 100 രൂപൻ്റെ ഉള്ളിൽ നിന്നായിരിക്കണം. ദാറ്റ് ഈസ് ദ ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റ് or income constraint. Okay, that is why it is known as constraint optimization. Okay, so we can just convert the problem like this. ഇതാണ് RHS, റൈറ്റ് ഹാൻഡ് സൈഡ്, ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ്. ഞാൻ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് എന്ത് ചെയ്യുന്നു, RHSലേക്ക് കൊണ്ടുപോകുന്നു. കാരണം എന്താ, ഇത് ടോട്ടൽ 100 ആണ്. അപ്പോൾ 100ൻ്റെ RHSലേക്ക് ഞാൻ കൊണ്ടുപോകണം. ദാറ്റ് ഈസ് 100 2x1 പോസിറ്റീവ് 2x1 ആണ്. എന്ത് ചെയ്യും, RHSലേക്ക് പോകുമ്പോൾ -2x1 പ്ലസ് 5x2 കൊണ്ട് പോകുമ്പോൾ എന്താവും, -5x2 ഈക്വൽ ടു 0. Isn't it? 100 minus 2x1 minus 5x2. Okay, now by using all this information we can just create a new function, that is Lagrange function. Then we can just write down, we have Lagrangian function as. Okay, see, we can just write down maximize, that is u. ഇവിടെ z-ൻ്റെ പകരം നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഏതാണ്, നമ്മൾ പ്രോബ്ലത്തിൽ u ആണ്. യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ, x1 y ആവാം, xy ആവാം, q1 q2 ആവാം, ഏത് രീതിയിലാവാം. ഇവിടെ നമ്മുടെ പ്രോബ്ലത്തിന് ബേസ് ചെയ്തിട്ട് ഞാൻ കൺവേർട്ട് ചെയ്യാണ്. മാക്സിമൈസ് യൂട്ടിലിറ്റി ഈക്വൽ ടു
ഫങ്ഷൻ ഓഫ് x1 x2 ഏതിലേക്ക് മാറ്റുന്നത്? സി പ്ലസ് ലാംഡ. ഇതാണ് നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഇതാണ് നമ്മുടെ ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ. അതേ ഓർഡറിലേക്ക് ഞാൻ മാറ്റാണ്. പ്ലസ് ലാംഡ, ഈ ലാംഡനാണ് എന്ത് വിളിക്കുക? ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ പ്ലസ് ലാംഡ. ഇനി നമുക്ക് എന്ത് കിട്ടണം? ഇൻറ്റു y മൈനസ് p1 x1 മൈനസ് p2 x2. ഓക്കെ, ഞാൻ ഈ പ്രോബ്ലം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നിങ്ങൾക്ക് ആ സ്റ്റെപ്സ് കറക്റ്റ് ചെയ്ത് മനസ്സിലാക്കാൻ. ഓക്കെ, പ്ലസ് ലാംഡ ഇൻറ്റു y, നമ്മുടെ പ്രോബ്ലത്തിൽ y എത്രയാണ്? 100 മൈനസ് p1 x1 നമുക്ക് എത്ര വരുന്നത്? 2x1 മൈനസ് p2 x2 നമുക്ക് എത്രയാണ്? 5x2. See, this is the Lagrangian function based on our problem. ഈ ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? പ്രീവിയസ് വീഡിയോയിൽ ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞിട്ടുണ്ട്. യു ജസ്റ്റ് ആഡ് ദ കൺസ്ട്രെയിൻറ്റ് ടു ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. കൺസ്ട്രെയിൻറ്റ് നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനോട് ആഡ് ചെയ്തു. And also you just multiply this lambda with the constraint. Okay, see u is equal to function of x1 x2 plus lambda into 100 minus 2x1 minus 5x2. Okay, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. Now you know we need to find out first order condition. First order condition എന്താണ്? We need to differentiate, that is partially differentiate the function u with respect to 3 unknowns. നമ്മുടെ പ്രോബ്ലത്തിൽ 3 unknowns ഉണ്ട്. ക്രിട്ടിക്കൽ വാല്യൂസ് കാണേണ്ടതുണ്ട്. ഏതൊക്കെയാണ്? x1 x2 ആൻഡ് ലാംഡ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ, കാരണം എന്താ? ആൾസോ ടെസ്റ്റ് വെദർ ഇറ്റ് സാറ്റിസ്ഫൈ ദ കണ്ടീഷൻസ് ഓഫ് മാക്സിമം. ഫസ്റ്റ് ഓർഡർ കണ്ടീഷനും സെക്കൻഡ് ഓർഡർ കണ്ടീഷനും നമ്മൾ എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. x1ൻ്റെയും x2ൻ്റെ വാല്യൂ മാത്രം കണ്ടാൽ പോരാ. റൈറ്റ്, അപ്പോൾ ഫസ്റ്റ് ഓർഡർ കണ്ടീഷനിൽ നമ്മൾ ജസ്റ്റ് ചെയ്ത് ദാറ്റ് ഈസ് we are going to partially differentiate the function u with respect to x1 ഒന്നാമത്തെ unknown, then x2 and lambda. Okay, this is the first order condition. ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? ആൻഡ് ഇക്വേറ്റ് ദം ടു 0. ആ ഇക്വേഷൻസ് എന്ത് ചെയ്യണം? 0ക്ക് ഇക്വേറ്റ് ചെയ്യണം. സൈമൾട്ടേനിയസ് ആയിട്ട് സോൾവ് ചെയ്യണം. അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ x1 x2 ആൻഡ് ലാംഡൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, സി ഫോർ ദിസ് പർപ്പസ് ഐ വുഡ് ലൈക്ക് ടു ജസ്റ്റ് എക്സ്പാൻഡ് ദിസ് ഫംഗ്ഷൻ. ഓക്കെ, u is equal to function of x1 x2. ഞാൻ ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ കേട്ടോ, നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്ലസ് സി ലാംഡ ഇൻറ്റു 100 മൈനസ് ലാംഡ ഇൻറ്റു 2x1 മൈനസ് ലാംഡ ഇൻറ്റു 5x2. അപ്പോൾ എങ്ങനെ വരും? പ്ലസ് 100 ലാംഡ. ഞാനത് ജസ്റ്റ് മൾട്ടിപ്പിൾ ചെയ്യുന്നു, ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. മൈനസ് 2x1 ലാംഡ മൈനസ് 5x2 ലാംഡ. ഓക്കെ, കറക്റ്റ് മനസ്സിലാക്കാൻ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് നമ്മുടെ ലഗ്രാഞ്ച് ഫംഗ്ഷൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ കണ്ടെത്തേണ്ടത് എന്താണ്? വി ആർ ഗോയിങ് ടു പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ദിസ് ഫംഗ്ഷൻ u വിത്ത് റെസ്പെക്ട് ടു x1 x2 ആൻഡ് ലാംഡ. ഓക്കെ, സി ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോവാണ്. dou u by dou x1 is equal to dou u by dou x1 is equal to, ഇവിടെ നമ്മൾ ഈ യൂട്ടിലിറ്റി ഫംഗ്ഷനിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ x1 ആൻഡ് x2, അപ്പോൾ ഇവിടെ x1ൻ്റെ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് x2. ഓക്കെ, ഡിഫറൻഷിയേഷൻ നല്ല രീതിയിൽ മനസ്സിലാക്കുക കേട്ടോ. ദെൻ 100 ലാംഡ, അവിടെ x1 ഇല്ല, ഇവിടെ x1 ഉണ്ട് അല്ലേ? 2x1 ലാംഡ, സോ മൈനസ് 2 ലാംഡ. x1നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 ലാംഡ. ദെൻ മൈനസ് 5x2 ലാംഡ ആണ്. ഇവിടെ x1 ഉണ്ടോ? ഇല്ല. പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് x1നെ ബേസ് ചെയ്തിട്ട് മാത്രമേ ഡിഫറൻഷിയേറ്റ് ചെയ്യുള്ളൂ. x2 മൈൻഡ് ചെയ്യേണ്ട, ലാംഡയും മൈൻഡ് ചെയ്യേണ്ട. ഓക്കെ, സോ വി ക്യാൻ സിംപ്ലി സേ dou u by dou x1 is equal to x2 minus 2 lambda is equal to 0. This is the first equation.
നമ്മളെന്താണ് സീറോക്ക് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ സ്റ്റെപ്പിൽ പറയുന്നുണ്ട്. ഓക്കെ, നൗ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദോ യു ബൈ ദോ x2 ഈക്വൽ ടു x1ഉം ലാംഡയും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട x2ന്, കാരണം വി ആർ ഗോയിങ് ടു പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ദ ഫംഗ്ഷൻ u വിത്ത് റെസ്പെക്ട് ടു x2. ഇവിടെ x2ന്റെ നമുക്ക് കോയിഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് x1 എടുക്കാം. ദാറ്റ് ഈസ് ദ റൂൾ x1. ദെൻ ഇവിടെ x2 ഇല്ല, ഇവിടെ x2 ഇല്ല, കാരണം എന്താ പാർഷ്യലി ഡിഫറൻഷിയേഷൻ ആണ് മൈൻഡ് ചെയ്യേണ്ട. ഇവിടെ x2 ഉണ്ട് അല്ലേ, -5x2 ലാംഡ. അപ്പോൾ അവിടെ എന്ത് വരും? x1 മൈനസ് 5 ലാംഡ ഈക്വൽ ടു 0. ദിസ് ഈസ് ദി സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, ഇക്വേഷൻ നമ്മൾ നമ്പർ കൊടുത്തു. ദെൻ നെക്സ്റ്റ് we are going to partially differentiate the function u with respect to lambda equal to, ഇവിടെ ലാംഡ ഉണ്ടോ? ഇല്ല. പ്ലസ് 100 ലാംഡ. ലാംഡൻ്റെ പവർ 1 ആണ്, അപ്പോൾ ഇവിടെ നമുക്ക് എത്ര വരും? 100. ഓക്കെ, ദെൻ 2x1 ലാംഡ. ലാംഡൻ്റെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -2x1. ഓക്കെ, ഡിഫറൻഷിയേഷൻ നല്ല രീതിയിൽ മനസ്സിലാക്കുക. ദെൻ ഇവിടെയും ലാംഡ ഉണ്ട്, അപ്പോൾ എത്ര വരും? -5x2 ലാംഡനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് 5x2 ഈക്വൽ ടു 0. ദിസ് ഈസ് ദി തേർഡ് ഇക്വേഷൻ. ഓക്കെ, അപ്പം നമ്മൾ ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ എടുത്തു, 3 അൺനോൺസിന് ബേസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്തു, 3 ഇക്വേഷൻ കിട്ടി. ആ ഇക്വേഷൻ നമ്മൾ 0യിലേക്ക് ഇക്വേറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ 3 ഇക്വേഷൻസ് നമുക്ക് സോൾവ് ചെയ്യണം. വി നീഡ് ടു സോൾവ് ദീസ് ഇക്വേഷൻസ് സൈമൾട്ടേനിയസ്ലി. ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് തിങ്. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം ഇങ്ങനെ നല്ല രീതിയിൽ നോക്കുക. അൺനോൺസ് ഇവിടെ 2 അൺനോൺസ് ഉണ്ട്. സി ഇവിടെയും 2 അൺനോൺസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഇവിടെ 2 അൺനോൺസ് ഉണ്ട്. x1ൻ്റെ വാല്യൂ കാണണം, x2ൻ്റെ വാല്യൂ കാണണം, ലാംഡൻ്റെ വാല്യൂ കാണണം. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഐഡിയ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ ചിന്തിക്കുക. ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷൻ സബ്സ്ട്രാക്ട് ചെയ്യണോ അതോ ഡിവിഷൻ നടത്തണോ, ഏത് രീതിയിൽ ചെയ്താലാണ് നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റുക നോക്കുക. ഹിയർ ഇറ്റ് ഈസ് ബെറ്റർ ടു ഡിവൈഡ് ഇക്വേഷൻ 1 വിത്ത് ഇക്വേഷൻ 2. ഓക്കെ, വി ആർ ഗോയിങ് ടു ഡിവൈഡ് ഇക്വേഷൻ. സി ജസ്റ്റ് ഡിവൈഡ് ഇക്വേഷൻ 1 by equation 2. Okay, see 1 by 2, that is equal to equation 1 നല്ല രീതിയിൽ എഴുതുക, x2 minus 2 lambda is equal to 0. Okay, then equation 2 divided by x1 minus 5 lambda is equal to 0. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x2 by x1 we can just strike out അല്ലേ, ഇത് ക്യാൻസൽ ചെയ്യുക, ലാംഡ ക്യാൻസൽ ചെയ്തു. then -2 then -5 is equal to 0. here also is equal to 0. so we can just write down x2 by x1 is equal to x2 minus 2. ഇത് RHSലേക്ക് പോകുമ്പോൾ പോസിറ്റീവ് 2 ആവും. ഈ -5 RHS റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ അതും പോസിറ്റീവ് 5 ആവും. ഓക്കെ, 2 by 5. സോ വി ക്യാൻ ജസ്റ്റ് റൈറ്റ് ഡൗൺ, സി ഹിയർ x2 is equal to, okay, x2 is equal to 2 by 5. ഇതിവിടെ x2 by x1 ആണ്. ഈ x1നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകാം കേട്ടോ, ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ഈ ഡിവിഷൻ എന്താവും? ഇൻറ്റു ആവും, ഇൻറ്റു x1. ഓക്കെ, സോ x2 is equal to 2 by 5 ഇൻറ്റു x1. ഇതെങ്ങനെ കിട്ടിയത്? x2 is equal to 2 by 5. ഈ ഡിവിഷൻ എന്താവും? ഇൻറ്റു ആവും. ഞാൻ x1നെ ഇങ്ങോട്ട് കൊണ്ടുപോകും. ഓക്കെ, സോ വി ക്യാൻ ജസ്റ്റ് റൈറ്റ് ഡൗൺ x2 is equal to 2 by 5 ഇൻറ്റു x1. ഓക്കെ, ഇപ്പോൾ നമുക്ക് x2ൻ്റെ വാല്യൂ കറക്റ്റ് ചെയ്ത് കിട്ടിയിട്ടില്ല, 2 by 5 ഇൻറ്റു x1 എന്നുള്ള രീതിയിലാണ് കിട്ടിയത്. ഇനി നമുക്ക് ഏത് ഐഡിയ വെച്ചിട്ടാണ് ഇത് സോൾവ് ചെയ്യാൻ പറ്റുക നോക്കുക. സി വി ക്യാൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് x2, ദാറ്റ് ഈസ് 2 by 5 ഇൻറ്റു x1 ഇൻ ഇക്വേഷൻ 3. ഓക്കെ, കാരണം ഇക്വേഷൻ 3ൽ നമുക്ക് എന്താ ഉള്ളത്? 100 minus 2x1 minus 5x2 എന്നാണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട്, കറക്റ്റ് ഇങ്ങനെ തന്നെ കമാൻഡ് കൊടുക്കണം, സബ്സ്റ്റിറ്റ്യൂട്ട്
the value of x2 in equation 3. മൂന്നാമത്തെ ഇക്വേഷനിൽ കൊടുക്കാൻ പോവാണ്. സി തേർഡ് ഇക്വേഷൻ നമുക്കറിയാം. തേർഡ് ഇക്വേഷൻ എന്താണ്? 100 minus 2x1 minus 5x2 is equal to 0. This is the third equation. ഇനി നമുക്ക് കിട്ടിയ വാല്യൂ കൊടുക്കുകയാണ് 100 minus 2x1 minus 5 into x2 എന്നാണ് അല്ലേ. സോ 5 നമ്മളിവിടെ എഴുതി 5 into x2. x2ൻ്റെ വാല്യൂ എത്രയാണ്? x2 is equal to 2 by 5 into x1. 2 by 5 into x1. Okay, confusion ഒന്നും വേണ്ട. This is the third equation. 100 minus 2x1 minus 5x2 is equal to 0. So 100 minus 2x1 minus 5 into x2ൻ്റെ വാല്യൂ എത്രയാണ്? 2 by 5 into x1. 2 by 5 into x1. Okay. അപ്പോൾ ഇവിടെ ഇക്വേഷനിൽ നിങ്ങൾ നോക്കാം. We can just cross this 5 and this 5. ക്രോസ് ചെയ്ത്, കാരണം എന്താ? ജസ്റ്റ് ഈക്വൽ ആണ്, നമ്മൾ ക്രോസ് ചെയ്തു. ദ റിമൈനിങ് പാർട്ട് നോക്കി നിങ്ങൾ. 100 മൈനസ് 2x1 മൈനസ് ഈ 5ഉം 5ഉം പോയി, പിന്നെ വരുന്ന എത്രയാണ്? 2 into x1 ആണ്. അത് എത്ര വരും? 2x1 is equal to 0. ദെൻ 2x1 ആണ്. അപ്പോൾ നമുക്ക് എന്താണ്? ഡയറക്റ്റ് ആയിട്ട് തന്നെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. സോ 100 മൈനസ് 2x1 മൈനസ് 2x1 എത്ര കിട്ടും? ഇതും മൈനസ് ആണ്, ഇതും മൈനസ് ആണ്. അപ്പോൾ മൈനസ് തന്നെ സൈന് വരും. മൈനസ് ടു എത്രയാണ്? -4 ആണ് അല്ലേ. ദെൻ x1 മൈനസ് 4x1. ഓക്കെ, 2x1 മൈനസ് 2x1 എന്നാണ്. ഇപ്പം x1 ഇൻറ്റു x1 ആണെങ്കിൽ x² ആവും. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ x² x³ അങ്ങനെ പോവാം. അഡീഷനോ സബ്സ്ട്രാക്ഷൻ ആണെങ്കിൽ ഡയറക്റ്റ് ചെയ്യാം. അപ്പോൾ -2x1 മൈനസ് 2x1 വരുമ്പോൾ -2 എത്രയാണ്? -4 ദെൻ x1 ഇട്ട്. ഓക്കെ, 100 മൈനസ് 4x1 is equal to 0. ദാറ്റ് ഈസ് 100 is equal to -4x1 എന്താവും? RHSലേക്ക് പോകുമ്പോൾ 4x1. ഇത് ബേസിക് മാത്സ് നല്ല മനസ്സിൽ വേണം കേട്ടോ, ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. 100 minus 4x1, that is 100 is equal to 4x1, that is 4x1 is equal to 100. Then we can simply find out x1 is equal to 100. 4 into x1 ആണ്. അപ്പോൾ ഈ 4 ഇങ്ങോട്ട് പോകണം, ഈ 4 into ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? 100 by 4. That is x1 is equal to 100 by 4 is equal to 25. Simple. Okay, അപ്പോൾ x1ൻ്റെ വാല്യൂ കണ്ട്. Right. Now you can just substitute the value of x1, that is 25, in equation 3 to get the value of x2. Okay. So substitute the value of x1 in equation 3. ഇങ്ങനെ തന്നെ എക്സാമിന് എഴുതുക കേട്ടോ. കമാൻഡൊക്കെ കറക്റ്റ് രീതിയിൽ കൊടുക്കുക, ഫുൾ മാർക്ക് കിട്ടാനുള്ള കുഴപ്പം. സി മൂന്നാമത്തെ ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. This is the third equation. Here 100 minus 2x1 minus 5x2 is equal to 0. This is the third equation. ഞാൻ തന്നെ എടുത്ത് എഴുതി കൊടുക്കുക, കാരണം എന്താ? നമുക്ക് 2 പേജ് 3 പേജൊക്കെ പ്രോബ്ലം സോൾവ് ചെയ്ത് വരേണ്ടി വരും. അപ്പോൾ എക്സാമിനർക്ക് എളുപ്പത്തിൽ വാല്യൂ ചെയ്യാൻ വേണ്ടി മൂന്നാമത്തെ ഇക്വേഷനിൽ ചെയ്യാൻ പോകുമ്പോൾ മൂന്നാമത്തെ ഇക്വേഷൻ ഒന്ന് എഴുതി കൊടുക്കുക. സോ x1 നമുക്ക് 25 ആണ്. സി 100 മൈനസ് 2x1 അല്ലേ. 2x1 എത്രയാണ്? 25. 2 into 25 minus 5x2 is equal to 0. See, 100 minus 2 into 25 ആണ് 50 minus 5x2 is equal to 100. That is 100 minus 50 എത്ര വരും? 50. 100 നിന്ന് 50 പോയാൽ 50. Then minus 5x2 ഞാൻ RHSലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ എന്താവും? is equal to 5x2. ഈ -5 എന്താവും? പ്ലസ് ആവും. Then 5x2. Okay, so 5x2 is equal to 50, then x2 is equal to 50 by 5 is equal to 50 by 5 10. Okay, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹിയർ x2 is equal to 100. Okay, അപ്പോൾ നമ്മുടെ ചോദ്യത്തിന് നോക്കുക. See, find the equilibrium level of consumption of commodity x1 x2.
We can just write down, the consumer is in equilibrium when he consumes 25 units of X1 and 10 units of X2. Okay. നമ്മുടെ പ്രോബ്ലം ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. പക്ഷേ ഇത് കൺസ്യൂമർ ഇക്വിലിബ്രിയം ആണ് അല്ലെങ്കിൽ മാക്സിമം യൂട്ടിലിറ്റി ആണ് എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? സെക്കൻഡ് ഓർഡർ കണ്ടീഷന് നമ്മൾ സോൾവ് ചെയ്യണം. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് X1ഉം X2 കിട്ടി. ഇനി വേണമെങ്കിൽ നമ്മളിപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഓർ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ഇൻകം കാണാനുള്ള ഒരു ചോദ്യം ഉണ്ടെങ്കിൽ യു ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ലാംഡ. ലാംഡൻ്റെ വാല്യൂ കിട്ടാൻ നിങ്ങൾ ഒന്നാമത്തെ ഇക്വേഷനിലോ അല്ലെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷനിലോ, ഒന്നാമത്തെ ഇക്വേഷനിലാണെങ്കിൽ ഇവിടെ X2ൻ്റെ വാല്യൂ 10 കൊടുക്കുക. ഫസ്റ്റത്തെ ഇക്വേഷനിലാണെങ്കിൽ നിങ്ങൾ എന്താണ് X1ൻ്റെ വാല്യൂ കൊടുക്കുക. സി വി ക്യാൻ ജസ്റ്റ് റൈറ്റ് ഡൗൺ. ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു മാർക്ക് ചെയ്തിട്ട് എഴുതാണ്. ഇവിടെ കൊടുക്കുക കേട്ടോ. ടു ഫൈൻഡ് ഔട്ട് ലാംഡ കാണാൻ വേണ്ടി then you can substitute the value of X2 in equation 1. Okay, equation 1 ആണ് കേട്ടോ. equation 1 I am going to substitute the value of X2. Okay, X2 എത്രയാണ്? 10. See, this is first equation. Then 10 minus 2 lambda is equal to 0. That is 10 is equal to 2 lambda. That is lambda is equal to 10 by 2 is equal to 5. ഓക്കെ, ലാംഡൻ്റെ വാല്യൂ കാണാൻ ഇത്രയേ ഉള്ളൂ. ഒന്നെങ്കിൽ ഒന്നാമത്തെ ഇക്വേഷനിൽ നിങ്ങൾക്ക് ഈ X2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് X1 ഇൻ ഇക്വേഷൻ 2. ഓക്കെ, നിങ്ങളെ ലോജിക്ക് വെച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ ഇക്വേഷൻ 2ൽ കൊടുക്കുകയാണെങ്കിൽ സെയിം ആൻസർ കിട്ടുക. X1 എത്ര? 25 ആണ്. സി ഓർ സെക്കൻഡ് ഇക്വേഷനിൽ കൊടുക്കുകയാണെങ്കിൽ X1 സി 25 മൈനസ് 5 ലാംഡ ഈക്വൽ ടു 0 ആണ്. അതെന്തായിട്ട് മാറും? 25. ഈ മൈനസ് 5 ലാംഡ അപ്പുറത്തേക്ക് പോകും. ദാറ്റ് ഈസ് 5 ലാംഡ. ദാറ്റ് ഈസ് ലാംഡ ഈക്വൽ ടു 25 by 5 ഈക്വൽ ടു 5. ഓക്കെ, സി വെരി സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അപ്പോൾ ലാംഡൻ്റെ വാല്യൂ നമുക്ക് കാണാം. പക്ഷേ ഈ പ്രോബ്ലത്തിൽ നമ്മുടെ ലാംഡൻ്റെ വാല്യൂ കാണാൻ പറയുന്നില്ല. ബട്ട് യു ക്യാൻ ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ലാംഡ. കാരണം ക്രിട്ടിക്കൽ വാല്യൂസ് എന്ന് പറയുന്നത് അൺനോൺസിൻ്റെത് X1ൻ്റെ കണ്ടു, X2ൻ്റെ കണ്ടു, ദെൻ ലാംഡൻ്റെ കണ്ടു. നൗ second order condition. That is very very important. Here we needed to find out bordered Hessian matrix. Okay, we know the meaning of bordered Hessian matrix, right? We can just write down we know the bordered Hessian matrix, that is equal to F11 F12 minus P1, F21 F22 minus P2 minus P1 minus P2 and 0. This is the bordered Hessian matrix. ഈ ബോർഡർ ഹെസ്സിയൻ മെട്രിക്സ് സോൾവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഗ്രേറ്റർ ദാൻ 0 ആവണം, പോസിറ്റീവ് ആവണം. ഇത് മാക്സിമം എന്നുള്ള കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. ലെസ് ദാൻ 0 ദാറ്റ് ഈസ് നെഗറ്റീവ് ആണെങ്കിൽ എന്താണ്? മിനിമം വാല്യൂ ആയിരിക്കും എന്നാണ് പറയുക. അപ്പോൾ ഇത് കാണാൻ അത്ര വലിയ പണിയൊന്നുമില്ല. ബോർഡർ ഹെസ്സിയൻ ദാറ്റ് ഈസ് ഈക്വൽ F11 എന്ന് പറഞ്ഞാൽ you can take first equation. ഫസ്റ്റ് ഇക്വേഷനിലെ X1ൻ്റെ ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, നമ്മുടെ ഇവിടെ X1ൻ്റെ വാല്യൂ ഇല്ല. അപ്പോൾ F11 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 ആണ്. സിമ്പിൾ. ഇവിടെ നമുക്ക് X2ൻ്റെ വാല്യൂ ഉള്ളൂ. F11 X1ൻ്റെ വാല്യൂ ഇല്ല. വി കൻ ജസ്റ്റ് ടേക്ക് 0. F12 ഫസ്റ്റ് ഇക്വേഷനിൽ സെക്കൻഡ് അൺനോൺ X2ൻ്റെ കോഎഫിഷ്യന്റ് 1 X2 ആണ്. സോ യു ക്യാൻ ജസ്റ്റ് റൈറ്റ് ഡൗൺ 1. P1 എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈസ് ഓഫ് കമ്മോഡിറ്റി 1. P1 നമുക്ക് അറിയാം എന്താണ്? P is equal to 2 മൈനസ് P1. അപ്പോൾ എത്ര കൊടുക്കണം? -2. ഓക്കെ, സിമ്പിൾ. F21 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് ദ കൺസ്ട്രെയിന്റ് ആൻഡ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഓക്കെ, F21 സെക്കൻഡ് ഇക്വേഷനിൽ X1 ഉണ്ട്. സോ ഹിയർ 1 2. ദെൻ F22 സെക്കൻഡ് ഇക്വേഷനിൽ നമുക്ക് X2 ഉണ്ടോ? ഇല്ല, 0. P2 എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. സോ ഹിയർ -5. ദെൻ P1 നമുക്കറിയാം -2 മൈനസ് P2 ആണ് -5 ദെൻ 0. ഓക്കെ, ഇത് നമുക്ക് സോൾവ് ചെയ്യണം. മെട്രിക്സ് സോൾവ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. ബോർഡർ ഹെസ്സിയൻ ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0 ആണ് അല്ലേ ഫസ്റ്റ്. പിന്നെ അത് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ റോയും ഈ കോളം ഒഴിവാക്കി 0 × 0 5 × 0. ഇതിവിടെ കാരണം 0 ആയാലും ആ ഒരു കോമ്പണൻ്റ് എന്തായി? 0 ആയി. ഓക്കെ, ദെൻ
പോസിറ്റീവ് മൈനസ് പോസിറ്റീവ് അങ്ങനെയാണ് വരിക. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നിങ്ങൾക്കറിയാതെ സോൾവ് ചെയ്യുന്നത്. സി -1. അപ്പോൾ ഈ റോയും ഈ കോളും നമ്മൾ ഒഴിവാക്കി. 1 ഇൻറ്റു 0 0, പിന്നെ ഇവിടെ മൈനസ് വരും. -2 ഇൻറ്റു -5 പ്ലസ് 10. ഓക്കെ, 2 ഇൻറ്റു 5 മൈനസും ആണ്. അപ്പോൾ ഇൻറ്റു വന്ന് പോസിറ്റീവ്. ഈ മൈനസ് ഓൾറെഡി ഉണ്ട്, അപ്പോൾ ഇവിടെ എന്താണ് 10. ഓക്കെ, ദെൻ ഇവിടെ പ്ലസ് ആണ് വരിക, പക്ഷേ ഇവിടെ മൈനസ് സൈൻ ആയതുകൊണ്ട് വീണ്ടും -2 വരും. ഈ റോയും ഈ കോളയും നമ്മൾ മാറ്റിയിട്ട് അല്ലേ, ഇങ്ങനെയാണ് അത് മൾട്ടിപ്ലിക്കേഷൻ എടുക്കുക, മൾട്ടിപ്പിൾ ചെയ്യണം. 1 ഇൻറ്റു -5 എത്ര വരിക? -5. പിന്നെ ഓൾറെഡി ഇവിടെ വരുന്ന മൈനസ് നമ്മളിട്ടു. -2 ഇൻറ്റു 0 ആണ്, നമ്മൾ വീണ്ടും പറയേണ്ട ആവശ്യമില്ല. ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്ര വരും? ഇത് നമുക്ക് പറയേണ്ട. -1 ഇൻറ്റു -10 പോസിറ്റീവ് 10 ആവും. മൈനസും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആവും. ദെൻ -2 ഇൻറ്റു -5, ഇത് 0 ആണല്ലോ, ഇതിൻ്റെ ആവശ്യമില്ല. -2 ഇൻറ്റു -5 അഗെയിൻ പോസിറ്റീവ് 10, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. സോ നമ്മളെ മാക്സിമം കണ്ടീഷൻസിൽ സെക്കൻഡ് ഓർഡർ അഥവാ സഫീഷ്യൻറ്റ് കണ്ടീഷൻ എന്തായിരിക്കണം? ബോർഡർ HCN ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0, ദാറ്റ് ഈസ് പോസിറ്റീവ്. ദാറ്റ് ഈസ് ഹിയർ ബോർഡർ HCN determinant is equal to 20, that is greater than 0, that is positive. So we have fulfilled the two conditions. Okay, ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ നമ്മുടെ പ്രോബ്ലം ഫിനിഷായി. നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാം. സിൻസ് ദിസ് പ്രോബ്ലം സാറ്റിസ്ഫൈഡ് ബോത്ത് ദ കണ്ടീഷൻസ്, ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻസ് ആൻഡ് second order conditions, and we got border HCN matrix greater than 0, that is 20. So we can conclude that this utility function is maximum and the consumer is in equilibrium by consuming 25 units of x1 and 10 units of x2, and the marginal utility of money here is 5. Okay, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ചെയ്യാനുള്ളത്. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ലെങ്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ്റെ പ്രോബ്ലം വീണ്ടും ചെയ്യും. സിമ്പിളായിട്ട് ഒരു പ്രോബ്ലം പെട്ടെന്ന് ചെയ്യും. കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് പ്രിപ്പയർ ചെയ്യുക, റിവിഷൻ നടത്തുക. ഓക്കെ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.